ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ സ്റ്റോർ റൂമിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സാബു ചേട്ടന് ഇരിക്കാനുള്ള ചെയറും ടാസ്ക് ലെറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്, ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ആദിലയും അനീഷുമാണ് പോയിട്ടുള്ളത്. ആ സ്റ്റോർ റൂമിനകത്തേക്ക് കയറാൻ ബിഗ് ബോസിൽ അനീഷിനെ പോലെ ആഗ്രഹമുള്ള വേറൊരു വ്യക്തിയില്ലെന്ന് വേണേൽ പറയാം. ആദ്യം എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ എടുത്തോണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് കൈയുണ്ടല്ലോ, ഞാൻ എടുത്തോണ്ട് വരാമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ തികച്ചും അവോയ്ഡ് ചെയ്തിട്ടാണ് അതിൽ ആ ചെയർ എടുത്തോണ്ട് വരുന്നത്. അവിടെ വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചെയർ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ചിലപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അനീഷ് ആയതുകൊണ്ട് മാത്രം നല്ല രീതിക്ക് അതിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് അവിടെ ഉള്ളവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സാബു മോന് അവിടെയുള്ള മത്സരാർത്ഥികളെയൊക്കെ അവരുടെ ടാസ്കിന്റെ പെർഫോമൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാബു മോനെയും തിരിച്ച് മത്സരാർത്ഥികൾക്കും റോസ്റ്റ് ചെയ്യാം. ആര്യനെ പറ്റി സാബുൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ ആയിരുന്നു ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഇടയ്ക്ക് വെച്ചൊരു മൈനിയെ കാണുന്നുണ്ട്. പിന്നെ മൈനിക്ക് ചപ്പാത്തി കൊടുക്കുന്നു, പരിപ്പ് കൊടുക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ മൈനിയായിട്ട് പറഞ്ഞത് വേറെ ആരെയല്ല, ജിസേലിനെയാണ്. ആ ഒരു മൈനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിപ്പോൾ ആര്യൻ്റെതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് നീ അവിടെ ഒരു ഏണി വെച്ചിട്ട് നീ അതിൽ കയറിയിട്ട് ഇറങ്ങി പൊക്കോ എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ, തൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ടും ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ് സംസാരിക്കുന്നതെന്നും പറയുന്നുണ്ട്. കൂടുതലായിട്ടും സാബു പറഞ്ഞത് ജിസേലിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അനുമോൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. അനുമോളുടെ ഫേസിലൊക്കെ നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അനുമോള് നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അനുമോളാണല്ലോ ജിസേലിന്റെയും ആര്യന്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് കുത്തിപ്പൊക്കാനും അവര് അത് ചെയ്തെന്നൊക്കെ പറഞ്ഞതും അനുമോള് തന്നെയാണല്ലോ. അനുമോളെ കുറിച്ച് സാബു പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഒരു ആൽമരത്തിന്റെ താഴെ ഇരുന്നിട്ട് അനുമോളുടെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ആൽമരം ഏതാണെന്നറിയോ? ആൽമരം എന്ന് പറയുന്നത് പ്ലാച്ചിമട എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്ലാച്ചി ആത്മഹത്യ ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ആൽമരത്തിന്റെ താഴെ ഇരുന്നിട്ടാണ് അനുമോള് കുറെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ശപിക്കുന്നത്. ആ ശാപത്താൽ വെന്തുരുക്കിയ കുറെ പേര് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സാബുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ബിഗ് ബോസ് ഒരിക്കലും അനുമോളെ അവിടെ നിന്ന് പുറത്താക്കില്ല. കാരണം അങ്ങനെ അനുമോളെ പുറത്താക്കി എന്ന് വെച്ചാൽ അവിടെ ഒരു ജലക്ഷാമം ഉണ്ടാവും എന്നുള്ള രീതിക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കരച്ചിൽ ഇപ്പൊ ഏകദേശം കുറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അനുമോള് ശപിച്ച് പുറത്താക്കിയവരൊക്കെ ലാസ്റ്റ് അനുമോള് പുറത്താവുന്ന സമയത്ത് ഇതിന്റെയൊക്കെ കണക്ക് പറയേണ്ടവരെന്നൊക്കെ പറയുന്നുണ്ട്. അനുമോളൊക്കെ കൂളായിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാബുമോൻ അവിടെയുള്ള മത്സരാർത്ഥികളെയൊക്കെ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും സാബുമോന് നല്ലൊരു പണി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം.